ആറാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആനുവൽ എക്സാമിനേഷന് സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇന്നത്തെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് അല്ലെങ്കിൽ ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഓഫ് ദി വേൾഡ് അക്സെപ്റ്റ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവർണൻസ്. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവർണൻസ് ജനാധിപത്യ ഭരണക്രമമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് സ്യൂട്ടബിൾ ഫോർ ഡെമോക്രാറ്റിക് ഗവർണൻസ്. അതായത് ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ച പ്രസ്താവന താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തം 6 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. 6 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡെമോക്രാറ്റിക് ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഒന്നാമത്തെ നോക്കിയോളൂ. എ, റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ഒപ്പീനിയനെ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിലാഷത്തെ മാനിക്കുന്നു. ശരിയാണോ തെറ്റാണോ? അത് ഡെമോക്രാറ്റിക് ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ആണ് അല്ലേ? നമുക്ക് ടെക്സ്റ്റിൽ ഇത് 1, 2, 3 നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റെസ്പെക്ട് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രണ്ടാമത്തത്, പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. ശരിയാണോ? ശരിയാണ് അല്ലേ? അപ്പം ബി സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ, വ്യക്തി സ്വാതന്ത്ര്യം എന്താണ് സംരക്ഷിക്കപ്പെടുന്നു. അത് ശരിയാണ്. അപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്. അടുത്ത സി, ദ പീപ്പിൾ ആർ ഇൻഡപ്റ്റഡ് ടു ദ റൂളേഴ്സ്. ജനങ്ങൾ ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലെ, ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ. അത് ശരിയാണോ തെറ്റാണോ? തെറ്റ് അല്ലേ? ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കണം. ഭരണാധികാരിയാണ് ജനങ്ങളോട് കടപ്പെട്ടിരിക്കാനുള്ളത് അല്ലേ? ഈ ജനങ്ങളാണ് ഈ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത്. എവിടെ? ഡെമോക്രാറ്റിക് ഗവർണൻസിൽ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ പീപ്പിൾ ആർ ഇൻഡപ്റ്റഡ് ടു ദ റൂളേഴ്സ് എന്നുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സി സ്റ്റേറ്റ്മെന്റ് ഇല്ല. എയും ബിയും ഉണ്ട്, സി ഇല്ല. അടുത്ത ഡി, റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. തെറ്റാണോ ശരിയാണോ ആ സ്റ്റേറ്റ്മെന്റ്? ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. അടുത്ത ഇ, റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഒരേ നിയമത്തിന് വിധേയരാണ്. അത് ശരിയാണോ തെറ്റാണോ? അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റൂളേഴ്സിനും പിന്നെ ജനങ്ങൾക്കും ഒരേ നിയമമാണ്. രണ്ടുപേർക്കും ഒരേ നിയമത്തിന്റെ കീഴിലാണ് അല്ലേ? അതായത് ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. അതാണ് ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മലയാളം മീഡിയം. അപ്പോൾ റൂളേഴ്സും ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഒരേ നിയമമാണ്. ഭരണാധികാരികൾക്ക് വേറൊരു നിയമം, ജനങ്ങൾക്ക് വേറൊരു നിയമം, അങ്ങനെയില്ല. അടുത്തത് എഫ്, റൂളേഴ്സ് ആൻഡ് പീപ്പിൾ ആർ സബ്ജക്ട് ടു ഡിഫറെന്റ് ലോസ്. ഭരണാധികാരികളും ജനങ്ങളും വ്യത്യസ്ത നിയമത്തിന് വിധേയരാണെന്ന് ആണോ? അല്ല, ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഒരേ നിയമമാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, എ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബി ശരിയാണ്, ഡി ശരിയാണ്, ഇ ശരിയാണ്. അപ്പോൾ എ, ബി, ഡി, ഇ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് ദി പീപ്പിൾ. ജനാഭിലാഷം മാനിക്കുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് കേട്ടോ. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. അടുത്തത് ഡി സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ദ റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ഇ, റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും 4 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ഇനി അതിൻ്റെ അകത്തുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് ഫോം ഓഫ് ഗവൺമെന്റ് എക്സിസ്റ്റ് ഇൻ മ്യാൻമാർ. മ്യാൻമാറിൽ ഏത് രൂപത്തിലുള്ള ഗവൺമെന്റ് ആണ് നിലനിൽക്കുന്നതെന്ന്. മ്യാൻമാറിൽ നിലനിൽക്കുന്നത് ഏത് രൂപത്തിലുള്ള ഗവൺമെന്റ് ആണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, രാജവാഴ്ച ആണോ? സുൽത്താനേറ്റ് റൂൾ, സുൽത്താൻ ഭരണം ആണോ? മിലിറ്ററി റൂൾ, പട്ടാള ഭരണം ആണോ? ഡെമോക്രസി, ജനാധിപത്യ ഭരണം ആണോ? ഇതിലേതാ മ്യാൻമാറിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെന്റ്? നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അവിടെ നിലനിൽക്കുന്നത് മിലിറ്ററി റൂളാണ് അല്ലെങ്കിൽ പട്ടാള ഭരണമാണ്. മ്യാൻമാറിൽ നിലനിൽക്കുന്നത് മിലിറ്ററി റൂൾ അല്ലെങ്കിൽ പട്ടാള ഭരണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിൽ നിന്ന് തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ്സ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഡ്യൂട്ടീസ്. റൈറ്റ്സ്, അവകാശങ്ങൾ കടമകളില്ലാതെ നിലനിൽക്കുന്നില്ല. കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുന്നില്ല. നോക്കിയോളൂ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ബൈ കണക്റ്റിംഗ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഒരു ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെ രണ്ട് ബോക്സ് ആയിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ദ ഫോളോയിങ് ബൈ കണക്റ്റിംഗ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റൈറ്റ്സും ഡ്യൂട്ടീസും വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ബോക്സ് പൂർത്തീകരിക്കണം നമുക്ക്.
ഒന്നാമത്തെ നോക്കിയുള്ളൂ, റൈറ്റ്സ്. എന്താണ് റൈറ്റ്? ആസ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഈസ് മൈ റൈറ്റ്. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. അപ്പോൾ അവിടെ ഡ്യൂട്ടീസ് എന്താണ് വരുന്നത് അതവിടെ എഴുതണം. ഞാനിവിടെ നമുക്കൊരു സ്ലൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തത് റൈറ്റ്സ് എഴുതിയിട്ടില്ല, ഡ്യൂട്ടീസ് എഴുതിയിട്ടുണ്ട്. ടു ഗീവ് മൈ പാരൻസ് ഡ്യൂ കെയർ ഇൻ ദെയർ ഓൾഡ് ഏജ് ഈസ് മൈ ഡ്യൂട്ടി. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമയാണ്. അടുത്തത് ഐ ഹാവ് ദ റൈറ്റ് ടു ലേൺ. എനിക്ക് പഠിക്കാൻ അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി എന്താണോ അത് എഴുതണം. അപ്പോൾ ഇത് നമുക്ക് ചെയ്തേക്കണത് കാണിച്ചു തരാം. മലയാളം മീഡിയംകാർക്കുള്ളതും ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാമേ. അന്ന് ആദ്യം ഇത് നോക്കിയുള്ളൂ, റൈറ്റ്സ്. ആസ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇസ് മൈ റൈറ്റ്. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി എന്താണ്? ടു പ്രൊട്ടക്ട് മീ ഈസ് ദ ഡ്യൂട്ടി ഓഫ് മൈ പാരൻസ്. എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ പാരൻസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ കടമയാണ്. മനസ്സിലായോ? രണ്ടാമത്തത് റൈറ്റ്സ് എന്ന് പറയുന്നത് കെയർ ഇൻ ഓൾഡ് ഏജ് ഈസ് ദ റൈറ്റ് ഓഫ് പാരൻസ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്, കുട്ടികൾ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ അവകാശമാണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്? ടു ഗീവ് മൈ പാരൻസ് ഡ്യൂ കെയർ ഇൻ ദെയർ ഓൾഡ് ഏജ് ഈസ് മൈ ഡ്യൂട്ടി. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അതാണ് ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഇനി റൈറ്റ്സിൽ ഐ ഹാവ് ദ റൈറ്റ് ടു ലേൺ. എനിക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി ടു സ്റ്റഡി ഈസ് മൈ ഡ്യൂട്ടി. പഠിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ എഴുതാം. അപ്പോൾ ഇനി നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കാം. മലയാളം മീഡിയംകാർക്കുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ മാതാപിതാക്കളുടെ കടമയാണ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമയാണ്. പഠിക്കുക എന്നത് എൻ്റെ കടമയാണ്. മെഡീവൽ ഇന്ത്യ ദ സെന്റേഴ്സ് ഓഫ് പവർ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആ യൂണിറ്റിൽ നിന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. Given below are the contributions by the medieval rulers whose center of administration was Delhi. Arrange and write them according to the rulers who implemented them. അതായത് മധ്യകാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികളുടെ സംഭാവനകളാണ് താഴെ സർക്കിളിൽ ഇങ്ങനെ തന്നിട്ടുള്ളത്. അവ നടപ്പിലാക്കിയ ഭരണാധികാരികൾക്കനുസരിച്ച് നമുക്കത് ക്രമീകരിച്ച് എഴുതണം. അപ്പോൾ ഇവിടെ നോക്കിയോളൂ. ഒന്നാമത്തെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ടു റൂൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റി. എന്തിനാണ്? നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചർ ഡൽഹി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് ദ സീറ്റ് ഓഫ് പവർ ഇൻ 1206. അതായത് 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോർ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചു. ഇമ്പോർട്ടൻറ്റ് ഹോഴ്സസ് ഫ്രം ഇറാഖ് ആൻഡ് സ്ട്രെങ്തൻ ദ മിലിറ്ററി പവർ. ഇറാഖിൽ നിന്ന് കുതിരകളെ ഇമ്പോർട്ട് ചെയ്തു, എന്നിട്ട് സൈന്യത്തെ നല്ലോണം ശക്തിപ്പെടുത്തി. ഇൻട്രൊഡ്യൂസ് എ യൂണിഫോം മണി സിസ്റ്റം. തങ്ക ആൻഡ് ചിറ്റാൽ വേർ ദ കോയിൻസ്. ഒരു ഏകീകൃത യൂണിഫോം മണി സിസ്റ്റം എന്ന് വെച്ചാൽ ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിത്തൽ ഇതായിരുന്നു നാണയങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ആൾക്കാരുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. അവരാരൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മൾ എഴുതണം. ഒന്നാമത്തെ കുത്തുബ്ദീൻ ഐബക്, പിന്നെ ഇൽത്തുമിഷ്, അലൗദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ബാബർ, ഔറംഗസീബ്, ഇത്രയും പേരുടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കുത്തുബ്ദീൻ ഐബക്. കുത്തുബ്ദീൻ ഐബക് ആണ് എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് ദ സീറ്റ് ഓഫ് പവർ ഇൻ 1206. അതായത് 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചത് ആരാണ്? കുത്തുബ്ദീൻ ഐബക്. ഇനി അടുത്തത് രണ്ടാമത്തത് ഇൽത്തുമിഷ്. അദ്ദേഹം എന്താ ചെയ്തത്? ഇൽത്തുമിഷിൻ്റെത് ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മണി സിസ്റ്റം. തങ്ക ആൻഡ് ജിത്തൽ വേർ ദ കോയിൻസ്. ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിത്തൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഓക്കെ ആണല്ലോ. അടുത്തത് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ഇതിൽ എന്താ ചെയ്തത്? അലാവുദ്ദീൻ ഖിൽജി ഇമ്പോർട്ടഡ് ഹോഴ്സസ് ഫ്രം ഇറാഖ് ആൻഡ് സ്ട്രെങ്തൻ ദ മിലിറ്ററി പവർ. ഇറാഖിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്തു. മിലിറ്ററി പവറിനെ അല്ലെങ്കിൽ സൈന്യത്തെ എന്ത് ചെയ്തു? സ്ട്രെങ്തൻ ചെയ്തു, ശക്തിപ്പെടുത്തി. അടുത്തത് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു റൂൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നന്നായിട്ട് ഭരണം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭരണം നല്ല കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിനെ അല്ലെങ്കിൽ തലസ്ഥാനത്തെ ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റി. ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റി. അതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ചെയ്തത്. അടുത്ത ആരാ? ബാബർ. ബാബർ എന്താ ചെയ്തത്? ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചർ ഡൽഹി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. അതാണ് ബാബർ ചെയ്തത്.
അടുത്തത് ഔറംഗസീബ്. എന്താ ഔറംഗസീബ് ചെയ്തത്? ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോർ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. മുഗൾ എംപയർ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തു. അതായത് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ അതാണ് അവരുടെ ആൻസർ ആയിട്ട് വരുന്നത്. മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോർ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. ഓക്കെ ആണല്ലോ. ഇതാണ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് ദ ഗിവൺ ബിലോ വിച്ച് ആർ ദ 3 ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഡൽഹി ടു ബിക്കം ദ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഡൽഹി ഒരു സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അധികാര കേന്ദ്രമാകാൻ സഹായിച്ച 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാൻ താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്, നർമ്മദ താപ്തി, സിന്ധു ഗാങ്ജറ്റിക് പ്ലെയിൻ. അതായത് ആരവല്ലി പർവ്വതനിരകൾ, നർമ്മദ താപ്തി, പിന്നെ സിന്ധു ഗംഗാ സമതലം. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നർമ്മദ താപ്തി, സിന്ധു ഗാങ്ജറ്റിക് പ്ലെയിൻ, റിവർ യമുന. നർമ്മദ താപ്തി ഒന്നാമത്തെ, 2 സിന്ധു ഗംഗാ സമതലം, അടുത്തത് യമുന നദി, റിവർ യമുന എന്ന് വെച്ചാൽ യമുന നദി. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ സിന്ധു ഗാങ്ജറ്റിക് പ്ലെയിൻ, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്, റിവർ യമുന. സിന്ധു ഗംഗാ സമതലം, ആരവല്ലി പർവ്വതനിര, പിന്നെ റിവർ യമുന നദി. ഇനി നാലാമത്തെ ഓപ്ഷൻ റിവർ യമുന, സിന്ധു ഗാങ്ജറ്റിക് പ്ലെയിൻ, വിന്ധ്യ സാത്പുര. റിവർ യമുന നദി, സിന്ധു ഗംഗാ സമതലം, പിന്നെ വിന്ധ്യ സാത്പുര. ഇതിൽ ഡൽഹിയെ അധികാര കേന്ദ്രമാക്കാൻ സഹായിച്ച 3 ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ ആൻസർ വരുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് കേട്ടോ. സിന്ധു ഗാങ്ജറ്റിക് പ്ലെയിൻ, സിന്ധു ഗംഗാ സമതലം, നമ്മുടെ ആ ടെസ്റ്റിലുള്ളതാണ് കേട്ടോ. പിന്നെ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്, ആരവല്ലി പർവ്വതനിര, റിവർ യമുന നദി. ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ ഡൽഹിയെ ഒരു സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആകാൻ സഹായിച്ച. ഓക്കെ.